ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ലക്ഷദ്വീപാണ്, തേർഡ് ഡേ. പിറ്റേ ദിവസമാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ചായയും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കഴിക്കുന്നത്. ഇഡ്ഡലി അല്ല കേട്ടോ, ബിണ്ടി എന്നാണ് ഇതിൻ്റെ പേര് അവർ പറഞ്ഞത്. നമ്മൾ ഇഡ്ഡലിയാണെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ എടുത്തപ്പോഴാണ് വേറെ എന്തോന്ന് മനസ്സിലായത്. അതിൻ്റെ കൂടെ ഫിഷ് കറി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ പോയ ടൈമിൽ നമുക്ക് സത്യത്തിൽ ഇത് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക. അപ്പോൾ അതിനുള്ള ക്ലാസ്സാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കൂബ ഡൈവിങ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും അതിൻ്റെ ആ ഒരു ലൈഫ് ജാക്കറ്റും സിലിണ്ടറൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഒരു 3-4 പാർട്സാക്കി ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. അതുകൊണ്ട് ഇവിടെ ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഷോർട്സ് പോയി കാണാം. അപ്പോൾ ഇതാ ലൈഫ് ജാക്കറ്റിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, സിലിണ്ടറിൽ എന്താണ്, വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ എന്താണ് സംഭവിക്കുക, പ്രഷർ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ കമ്മ്യൂണിക്കേറ്റ്, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വാ തുറന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ സൈൻ ലാംഗ്വേജസ് ഉണ്ട്, കൈ വെച്ച് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും. അങ്ങനെ അവർ പറയുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടാവും, ഇതൊക്കെ എങ്ങനെ ഓർത്ത് വയ്ക്കും, എങ്ങനെ ചെയ്യും എന്നൊക്കെ. പക്ഷെ ഒന്നുമില്ല, വളരെ സിമ്പിളായിരുന്നു. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച് വേണ്ട, ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല, സ്കൂബ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, വെള്ളത്തിൻ്റെ അടിയിലേക്കല്ലേ പോകുന്നത്, ആരും നമ്മളോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സ്നോക്ലിങ് ചെയ്തുകൊണ്ട് കുറച്ച് നമുക്ക് വെള്ളമായിട്ട് ഓക്കെ, നമുക്ക് എന്തൊക്കെയോ ഒരു ഇതുണ്ട് എന്നുള്ള ചെറിയൊരു ധൈര്യം, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും വേണ്ടാന്ന് തന്നെയായിരുന്നു മനസ്സിൽ. അങ്ങനെ ക്ലാസ് കേട്ട് തന്നെ ഹസ്ബൻഡ് അവർ പറഞ്ഞു ട്രയൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ ട്രയൽ എന്ന് പറയുന്നത് അവിടെ മുന്നിൽ തന്നെ അധികം ഡീപ്പല്ലാത്ത സ്ഥലത്ത് അവർ ജസ്റ്റ് ഒന്ന് ജാക്കറ്റൊക്കെ വെച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരും, കാണിച്ചു തരും എങ്ങനെയൊക്കെയാണെന്ന് ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടറും വരും, അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ശരിക്കും. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, പ്രായമായവർ, ഹാർട്ട് പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്യണോ, അതിൻ്റെ ഒരു പേപ്പർ അവർ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. കാരണം എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കണം. അതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 2 ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ കുറച്ച് ഹാർട്ട് ഇഷ്യൂസൊക്കെ ഉള്ള ആളായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഞാൻ, ഉമ്മ, മോന് എല്ലാവരും. മോനെ മാത്രം ചെയ്യിക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. കാരണം കുട്ടികളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ ഇങ്ങനത്തെ ചെയ്യിച്ചാലാണ് അവർക്ക് ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. നമ്മളോ ചെറുപ്പത്തിൽ നമുക്ക് ഇതെന്നല്ല, നമ്മൾ നീന്തം ഒക്കെ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മളിതൊക്കെ പഠിപ്പിച്ച് അടിപൊളിയാക്കി എടുക്കാൻ എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. അപ്പോൾ നമ്മളങ്ങനെ തന്നെ വിചാരിച്ചത്, അവൻ എന്തായാലും അയക്കണം എന്നുള്ളത്. അപ്പോൾ അവന് ഭയങ്കര വാശിയായിരുന്നു, ഉമ്മപ്പൊക്കെ വരണം, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല എന്നൊക്കെ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ നോക്കി ഇതൊക്കെ ട്രയലൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സൈറ്റഡായി, ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതിന് മുമ്പ് ട്രയൽ കഴിഞ്ഞപ്പോൾ അവിടെ കയാക്കിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവർ അത് നമ്മളെ കൂടി ചെയ്യിപ്പിക്കും. ഓരോരുത്തർ ട്രയൽ കഴിഞ്ഞ് വരുന്നതനുസരിച്ച് 2 ആളെ വെച്ചിട്ട് കയാക്കിങ്ങും ചെയ്തു. അങ്ങനെ ഞാൻ ട്രയലിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന ടൈമിൽ ഈ ഒരു വൈറ്റ് കോട്ട് സെറ്റാണ് ഇട്ടത്. അപ്പം ഇത് വെള്ളത്തിലിറങ്ങിയപ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഞാൻ തലേ ദിവസത്തെ ബ്ലാക്ക് കോട്ട് സെറ്റ് ഉണ്ടായിരുന്നു, അത് വെള്ളത്തിലിട്ടാലൊരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഇറങ്ങുമ്പോൾ, വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ പേടിച്ചിട്ടാണല്ലോ ഇറങ്ങണമെന്ന്. ഇത് പേടിച്ചിട്ടല്ല കേട്ടോ, കാല് വെക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പൂണ്ടു പോകുമെന്ന് അറിയില്ല, അടിയിലേക്ക് കാല് ചില ഭാഗങ്ങളിൽ. അപ്പോൾ ആ ഒരു ഇതിൽ പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ നല്ല പോലെ ക്ലാസ് തരും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഫാമിലിയാണ്, ഹസ്ബൻഡും വൈഫും ചെറിയൊരു മോളും ഉണ്ട്. അങ്ങനെ അവരും ട്രയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ സംഭവമൊക്കെ ഇടുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് നമ്മൾ ഇങ്ങനെ താഴെ നോക്കാൻ പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയും. അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് സ്കൂബ ചെയ്തു. ആദ്യം നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ബെൽറ്റ് പോലെ കെട്ടുക, അതിലെന്തോ ഒരു വെയിറ്റ് വെച്ചിട്ടൊക്കെയാണ് കെട്ടുക. എന്നിട്ട് നമ്മളെ കൊണ്ടുപോകും, ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി. പിന്നെ എനിക്ക് കുറച്ച് ചെവി അടയുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ട് നമ്മളത് കറക്റ്റായി ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വൺസ് ഇൻ എ ലൈഫ് ടൈം എന്തായാലും നമ്മളെല്ലാവരും തന്നെ ചെയ്തിരിക്കണം. ഇത് ലക്ഷദ്വീപ് തന്നെ ഇല്ല, വേറെ പല സ്ഥലങ്ങളിലും ഗോവയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ അങ്ങനെ കണ്ടു. എന്തായാലും അടിപൊളിയായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്. വെള്ളത്തിൻ്റെ അടിയിൽ എന്ന് പറയുന്നത് ഒരുപാട് മീനുകൾ, അവിടുത്തെ കോറൽസ് കാര്യങ്ങൾ ഒക്കെ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ്. ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് റൂമിൽ പോയി, സ്കൂബ കഴിഞ്ഞാൽ നമുക്ക് നല്ല ടയേർഡാവും. അപ്പോൾ വീട്ടിലെത്തി, മീൻസ് റൂമിലെത്തി, അവിടെ നിന്ന് ഒന്ന് ഫ്രഷൊക്കെ ആയി കുളിച്ച് പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. നാടൻ ഭക്ഷണമായിരുന്നു ഉച്ചയ്ക്ക്. നമ്മൾ ചോദിച്ചു രാത്രി ബിരിയാണി ആക്കട്ടെ എന്ന്. അങ്ങനെ ഓക്കെ, രാത്രി ബിരിയാണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചോറുണ്ട്, പിന്നെ പപ്പടം, ഇങ്ങനെ പൊള്ളാത്ത പപ്പടമില്ല, അതാണ് കേട്ടോ അവിടെ. പിന്നെ സാമ്പാറുണ്ട്, മീനച്ചാർ അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ അച്ചാർ, ഇതൊക്കെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പപ്പടം എല്ലാ ദിവസവും ഒരു വലിയ ടിന്ന് നിറയെ ഉണ്ടാവും. പിന്നെ ഉപ്പേരി, മമ്പയർ, എല്ലാ ദിവസവും ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഫുഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഫുഡിനൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈവനിങ് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 4:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. അതായത് നമ്മുടെ ലാസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത്. അതിന് സെൻറ്ററിലൊരു ചെറിയ ഗ്ലാസ് പോലെ ഉണ്ടാവും, സൈഡ്സിലൊക്കെ നമുക്ക് ഇരിക്കാം. എന്നിട്ട് വെള്ളത്തിൽ കടലിലേക്ക് നടുവിലേക്കൊക്കെ പോവും. എന്നിട്ട് ആമനെ, ഈ ഒരു ദിവസമായിരുന്നു നമ്മൾ ആമനെ ക്ലിയർ ആയിട്ട് കണ്ടത്. നമ്മൾ സെക്കൻഡ് ഡേ പോയപ്പോഴും ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുമ്പോൾ കണ്ടെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. ആ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ വീഡിയോ ഓണാക്കി വെച്ച് കൊടുത്തു. മറ്റേത് ആളുകളുടെ നിഴലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഡയറക്റ്റ് എടുക്കുമ്പോൾ. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഈ ഒരു ബോട്ടിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ എല്ലാം പറഞ്ഞു തരും, കോറൽസ് കാര്യങ്ങൾ അതൊക്കെ കാണിച്ചു തന്ന് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഓരോ മീനിൻ്റെ കളർഫുള്ളായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ പേരുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കോറൽസാണ് കേട്ടോ. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം വേറൊരു തുരുത്ത് പോലത്തെ ആ സ്ഥലം ഉണ്ടാവല്ലോ, അവിടെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറച്ചധികം നടന്നു. ചെറിയ വഴികളൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ ആ വഴിയൊക്കെ. നമ്മൾ അവിടെ എത്തിയപ്പോൾ വേറെയും ബോട്ടുകളും ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഗ്രൂപ്പായിട്ട് വന്നവരൊക്കെ. നമ്മൾ സ്നോക്കലിങ്ങിന് പോയ ദിവസത്തെ ആ പയ്യന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരും വേറെ ആൾക്കാരൊക്കെ ആയിട്ട് വന്നതാണ്. എന്നിട്ട് അവിടുന്ന് ഇതേപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുക. പിന്നെ സൺസെറ്റിൻ്റെ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ അവിടുന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി റൂമിലെത്തിയപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോദിച്ചു ഇവിടുത്തെ ലക്ഷദ്വീപ് സ്റ്റൈൽ ബിരിയാണിയാണോ? അപ്പോൾ അവർ പറഞ്ഞു അല്ല, ഇത് നമ്മുടെ നാട്ടിലത്തെ മലബാർ സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ മസാല നമ്മുടെ അവിടുത്തെ പോലെ മസാല വേറെ അങ്ങനെയല്ല, മിക്സ് ആയിട്ടാണുള്ളത്. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു രീതിയിൽ തന്നെയുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പോൺസറായിട്ടുള്ള ആളുണ്ടല്ലോ, ആളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുക്കും അവരുടെ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ഉമ്മ രാവിലെ പൂരി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉമ്മ റെസിപ്പിയൊക്കെ പോയി അവരോട് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ കുക്ക് കോഴിക്കോടേക്ക് വരികയെന്ന് പറഞ്ഞു, ഏത് ഹോട്ടലിലേക്ക്. അപ്പോൾ പൂരിയും ബാജിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് വരികയാണ്. ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ അവിടുന്ന്. അങ്ങനെ ലക്ഷദ്വീപിലെ എല്ലാ അടിപൊളി വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും പോയി നോക്കുക. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ലക്ഷദ്വീപും അടിപൊളിയാണ്.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.